വിവാദമായതിനു പിന്നാലെ MEG7 വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ മയപ്പെടുത്തി CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. MEG7നെ സംബന്ധിച്ച് താനും CPIM-ഉം ഒന്നും പറഞ്ഞിട്ടില്ല. പൊതു ഇടങ്ങളിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞുകയറുന്നതിൽ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നും പി മോഹനൻ പറഞ്ഞു. ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. സംഗതി എന്താണെന്നറിയണം, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷമുണ്ടാക്കലാണ്. മുൻ നിലപാട് മയപ്പെടുത്തുകയാണ് പി മോഹനൻ. MEG7നെ എതിർക്കേണ്ട കാര്യം തനിക്കും CPIM-നും ഇല്ല. അതൊരു പൊതുവേദിയാണ്. ജാതിമതഭേദമന്യേ ജനങ്ങളെത്തുന്ന പൊതു ഇടങ്ങളിൽ അപൂർവം ചിലയിടത്ത് വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, സംഘപരിവാർ തുടങ്ങിയ വർഗീയ ശക്തികൾ അവരുടെ അജണ്ടയ്ക്കു വേണ്ടി ഇത്തരം ഇടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. MEG7 ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതൽ എന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയാണ്. അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നും മറ്റു വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുമാണ് പി മോഹനന്റെ വിശദീകരണം. നേരത്തെ വിവാദ വിഷയത്തിൽ തുടർ പ്രതികരണങ്ങൾ സംബന്ധിച്ച് CPIM-നകത്ത് ആശയക്കുഴപ്പം രൂപപ്പെട്ടിരുന്നു. പിന്നാലെയാണ് പി മോഹനൻ നിലപാട് മയപ്പെടുത്തി രംഗത്തെത്തിയത്. റിപ്പോർട്ടർ, കോഴിക്കോട്.